Then താഴെ പറയുന്ന ശരിയായത് വിലയിരുത്തുക. താഴെ പറയുന്ന ശരിയായത് വിലയിരുത്തുക. ശരിയായത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് ഛത്രപതി ശിവജി ടെർമിനൽ. ആണോ? ആണോ? സെറ്റാണോ? ശരിയാണ് അല്ലെ. Then ഇതിന്റെ പഴയ പേരാണ് വിക്ടോറിയ ടെർമിനൽസ് എന്ന് പറയുന്നു. അതും ശരിയാണ്. പിന്നെന്താണ് ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇത് ഛത്രപതി ശിവജി ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഇത്. ഏതാണ്? ഏതാണ്? അതും ഈ ഛത്രപതിയാണ്. എല്ലാം ശരിയാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? മുംബൈ ട്ടോ. ഏതാണ്? മുംബൈ ആണ് ട്ടോ. മുംബൈ ആണ്. മുംബൈയിലെ ഏതാ സ്ഥലം? ബോറി ബന്ദർ ആണ് ട്ടോ. ഏതാണ്? ആരാണ് ഡിസൈൻ ചെയ്തതാണ്? സ്റ്റീഫൻ ആണ്. ആരാ ഡിസൈൻ ചെയ്ത്? സ്റ്റീഫൻ ആണ് ട്ടോ. ഓക്കെ ആണോ? സ്റ്റീവൻസ് ആണ്. സ്റ്റീവൻസ് ആണ് ട്ടോ. ഓക്കെ ആണോ? ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 2004 ഇടം നേടി ട്ടോ. സ്റ്റീവൻ ആണ് യുനെസ്കോയുടെ പൈതൃക പട്ടിക 2004 ഇടം നേടിയതെന്നും കൂടി ഓർത്തു വെക്കുക. സെറ്റാണോ? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഏതാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ? കമന്റ് ചെയ്തേ. ഏതാണ്? ഗുമ്മ ആണ് അല്ലെ. എവിടെയാണ്? ഗുമ്മ. എവിടെയാണ്? ഡാർജിലിംഗ് അല്ലെ. പശ്ചിമ ബംഗാൾ ഡാർജിലിംഗ് അല്ലേ? അല്ലേ? ഓക്കെ ആണോ? അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ സ്റ്റേഷൻ ഏതാണ്? വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ അത് എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ എറണാകുളമാണെന്നും കൂടി ഓർത്തു വെക്കുക. ഗതാഗതം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. then വീണ്ടും ചേരുംപടി ഞാൻ ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വെരി ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും ഇത് അല്ലെ. എപ്പോഴും ചോദിക്കും ഇത്. എന്താണ് ചോദ്യം? നോക്കിയേ. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ് എവിടെയാണ്? എവിടെയാണ്? ചിത്തരഞ്ജൻ തന്നെ അല്ലെ. ഡി ആണ്. ഡീസൽ ലോക്കോമോട്ടീവ്സ് എവിടെയാണ്? വാരണാസിയാണ്. then ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെ? പേരാമ്പൂർ ചെന്നൈ ആണ്. റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? കപൂർത്തലയാണ്. വീൽ ആൻഡ് ആക്സിസ് പ്ലാന്റ് യലഹങ്കയാണ്. ഓക്കെ ആണോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തെറ്റാണോ? യലഹങ്ക കർണാടകയാണ് ട്ടോ. കൊങ്കൺ റെയിൽവേ നിലവിൽ വന്നതെന്ന്? കൊങ്കൺ റെയിൽവേ നിലവിൽ വന്ന് അല്ലെ. എപ്പോഴാണ്? ഈ ശ്രീധരൻ മെട്രോമാൻ ഒക്കെ അറിയാം. എന്താണ് ആൻസർ? ഏതാണ്? കമന്റ് ചെയ്തേ. ഏതാണ് കൊങ്കൺ റെയിൽവേ? എപ്പോഴാ വന്ന്? എവിടെയാണ് ആസ്ഥാനം? ബേലാപ്പൂരിലാണ് അല്ലെ. ഏത് വർഷമാണ്? 1998 ജനുവരി 26. എവിടെയാണ്? ബേലാപ്പൂരാണ് അല്ലെ. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? റോഹ മുതൽ ബാംഗ്ലൂർ വരെ അല്ലെ. റോഹ എവിടെയാണ്? റോഹ എവിടെയാണ്? കമന്റ് ചെയ്തേ. റോഹ മുതൽ ബാംഗ്ലൂർ അല്ലെ. ബാംഗ്ലൂർ എവിടെയാണ്? കർണാടകയാണെന്ന് അറിയാം. റോഹ നമുക്കറിയാം മഹാരാഷ്ട്രയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ആരാണ് മുഖ്യശില്പി? ഇ ശ്രീധരൻ അല്ലേ. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഇ ശ്രീധരനാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണവുമായി സഹകരിച്ച സംസ്ഥാനം ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കേരളമുണ്ട്, കർണാടകയുണ്ട്, then പിന്നെ ഏതാണ്? ഗോവയുണ്ട്, പിന്നെ ഏതാണ്? മഹാരാഷ്ട്രയും കൂടെ ഉണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളാണ്. ഓക്കെ. മാംഗ്ലൂർ ഞാൻ പറഞ്ഞല്ലോ. സോറി, ബാംഗ്ലൂർ എന്നാണ് എഴുതി അല്ലെ. സോറി, മംഗലാപുരം അല്ലെ. ഓക്കെ. സെറ്റാണോ? സെറ്റാണോ? എത്രയാണ് നീളം? പാതയുടെ നീളം എത്രയാണ്? ആരാ ഉദ്ഘാടനം? 760 കിലോമീറ്റർ ആണ് കേട്ടോ. ആരാ ഉദ്ഘാടനം ചെയ്ത്? വാജ്പേയി ആണെന്നും കൂടി ഓർത്തിരിക്കുക.
താഴെ പറയുന്ന ശരിയായത് വിലയിരുത്തുക. ഓക്കെ ആണോ? ശരിയായത് വിലയിരുത്തിയ വിമാനം ആദ്യമായി കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്ന് പറയുന്നു. ശരിയാണോ? 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 ആണ് അല്ലെ? ശരിയല്ലേ? ഏത് വർഷമാണ്? 1903 ട്ടോ. 1903 ഡിസംബർ 17 കൂടി ഓർത്തു വെക്കുക. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായി ആണെന്ന് പറഞ്ഞു. തെറ്റാണ്. ആരാണ്? JRD അല്ലെ? JRD ഡാറ്റയാണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ അത് തെറ്റ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറം കറുപ്പാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? തെറ്റ്. എന്താണ്? ഓറഞ്ച് ആണ് അല്ലെ? ഏതാണ്? ഓറഞ്ച്. കറുപ്പ് ഏതാണ്? കറുപ്പ് ഏതിന്റെയാണ്? കമന്റ് ചെയ്തേ. കറുപ്പ് ഏതിന്റെ കമന്റ് ചെയ്തേ? ആരാണ് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്? ആരാണ്? ഡേവിഡ് വാറൻ ട്ടോ. ചോദിച്ചിട്ടുണ്ട്. ഡേവിഡ് വാറനാണ്. ആരാണ്? ഡേവിഡ് വാറനാണ്. ഇതിന്റെ വേറൊരു പേരെന്താണ്? വേറൊരു പേരെന്താണ്? കമന്റ് ചെയ്തേ. ഏതാണ്? കമന്റ് ചെയ്തേ. കമന്റ് വരുന്നില്ല. സോറി, എനിക്ക് ചെറിയ തെറ്റ് പറ്റി. JRD ഡാറ്റ തന്നെ. ബ്ലാക്ക് ബോക്സിന്റെ നിറമാണ് JRD ഡാറ്റ ട്ടോ. സോറി, ബ്ലാക്ക് ബോക്സ് ആണ് ഡേവിഡ് വാറൻ ട്ടോ. വിക്രം സർ, ഡേവിഡ് വാറൻ ബ്ലാക്ക് ബോക്സ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ആണ് ട്ടോ. അതാണ് ഡേവിഡ് വാറൻ. എനിക്ക് ചെറിയ തെറ്റ് പറ്റിയതാണ്. അതാണ് ബ്ലാക്ക് കളർ. അത് ഏതാണ്? ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? സെറ്റാണോ? അതുപോലെ തന്നെ വിമാനത്തിന്റെ പോലെയുള്ള അത് കപ്പലിന്റെ അല്ലെങ്കിൽ കപ്പലിന്റെ ഉപകരണം ഏതാണ്? ഏതാണ്? വോയേജ് ഡാറ്റ റെക്കോർഡർ. കപ്പലാണെങ്കിൽ വോയേജ് ഡാറ്റ റെക്കോർഡർ. ഓക്കെ. ഇന്ത്യയിലാദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതാണ്? രാജീവ് ഗാന്ധി എയർപോർട്ട് ആണെന്ന് പറയുന്നു. അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സെറ്റ് ആണോ? താഴെ പറയുന്നത് വിലയിരുത്തുക. താഴെ പറയുന്നത് വിലയിരുത്തുക. ഡം ഡം വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണോ? ശരിയാണ് അല്ലെ? പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് ജോളി ഗ്രാൻഡ് എയർപോർട്ട്. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ജോളി ഗ്രാൻഡ്. ശരിയാണോ? തെറ്റല്ലേ? ഏതാണ് പേര്? വീർ സർവാക്കർ ആണ്. ഏതാണ്? വീർ സർവാക്കർ ആണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ജോളി ഗ്രാൻഡ് ഏതിന്റെയാണ്? ഏതിന്റെയാണ്? ജോളി ഗ്രാൻഡ് ഏതിന്റെയാണ്? ഏതാ? കമന്റ് ചെയ്തേ. AB വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച എയർപോർട്ടാണ് ഏത്? ഈ ജോളി ഗ്രാൻഡ്. അത് ഡെറാഡൂൺ ആണ് കേട്ടോ. ഡെറാഡൂൺ. അത് വേണ്ട, അത് മാത്രം പഠിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഔറംഗാബാദ് വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംബജി മഹാരാജാസ് വിമാനത്താവളം. അത് ശരിയാണോ? അത് ശരിയാണ്. ആഗ്ര വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ വിമാനത്താവളം. അത് ശരിയാണോ? അത് ശരിയാണോ? ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ്? 1, 3, 4 ശരി. ഓക്കെ ആണോ? കിട്ടിയോ മക്കൾക്ക്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖം ഏതൊക്കെയാണ്? നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഏതൊക്കെയാണ്? 1, 2, 4 അല്ലെ? 1, 2, 4 അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബ്രിട്ടീഷുകാർക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ
തുറമുഖങ്ങൾ വികസിപ്പിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. അതൊരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു. എവിടെയാണ്? കൊച്ചി, ആലപ്പുഴ, കോഴിക്കോട്. ഏതാണ്? കൊച്ചി, ആലപ്പുഴ, കോഴിക്കോടാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അത് PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചേരുംപടി ചേർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? എല്ലാം പേഡ് സ്റ്റുഡൻസ് എല്ലാം കിട്ടും കേട്ടോ. ഏതാണ് ആൻസർ? ഒന്നാമത്തെ ബി ആണ് അല്ലെ. 1.676 മീറ്റർ ആണ്. ഏത്? ബ്രോഡ് ഗാഞ്ച്. മീറ്റർ ഗേജ് എത്രയാണ്? മീറ്റർ എത്രയാണ്? സി ആണ് കേട്ടോ. ഏതാണ്? 1 മീറ്റർ ആണ്. നാരോ ഗേജ് എത്രയാണ്? നാരോ ഗേജ് അതാണ് 0 അല്ലെങ്കിൽ 0.762. ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ. ആനുപാലിക ദൈർഘ്യം എത്രയാണ്? ബ്രോഡ് ഗേജിന്റെ. ബ്രോഡ് ഗേജ് ആണെങ്കിൽ 74%. അത് ബ്രോഡ് ഗേജ്. പിന്നെ ഏതായിരുന്നു? മീറ്റർ ആണെങ്കിലോ? മീറ്റർ 21% നാരോ ആണെങ്കിൽ 5 കേട്ടോ. ഇത് CRT ബുക്കിലുള്ളതാണ്, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റ് ആണോ? 35ാമത്തെ ചോദ്യം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിൽ പുതിയതായി നിലവിൽ വന്ന മത്സ്യബന്ധന തുറമുഖങ്ങൾ അല്ലാത്തത് ഏത്? ചോദിച്ചിട്ടുണ്ട്. ഏതാണ് അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്, ചെറുതല. എവിടെയാണ് ചെറുതല? ആലപ്പുഴയാണ് ട്ടോ. ഏതാണ് ആൻസർ? അല്ലാത്തത് ചെറുതലയാണ് കൂടി മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞിട്ട് ഒരു 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. താഴെ പറയുന്നത് വിലയിരുത്തുക. കൊച്ചി മെട്രോയുടെ പ്രൊജക്ട് ഡയറക്ടർ ആണ് E ശ്രീധരൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആണോ? ശരിയാണ് അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യ സർക്കാർ കമ്പനിയാണ് കൊച്ചി മെട്രോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും ശരിയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിൻ ആണ് മോവിയ അല്ലെ. അതും ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ മെട്രോ നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. അതെ, അതും ശരിയാണ്. ഏതാണ്? നമ്മ മെട്രോ അല്ലെ. നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന അല്ലേ. അപ്പൊ ഏതാണ് ആൻസർ? എല്ലാം ശരി. ഓപ്ഷൻ സി. ഓക്കെ ആണോ? മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? നോക്കിയേ, 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ഓപ്ഷൻ? ഏതാണ്? ഇനീഷ്യൽ നോക്കിയേ, 37ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ, E ശ്രീധരനാണ്. ഏതാണ്? E ശ്രീധരനാണ് മെട്രോ മാൻ അറിയപ്പെടുന്ന. ആരാണ്? E ശ്രീധരനാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനീഷ്യൽ നന്നായി ഓർത്തു വെക്കുക കേട്ടോ. 38ാമത്തെ ചോദ്യം. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് പ്രസ്താവന? കമന്റ് ചെയ്തേ. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതാണ്? വിവിധ സംസ്ഥാനങ്ങളും രാജ്യത്തെ വിവിധ സംസ്ഥാന തല SCRT ആണ്ടത് പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ പാതകൾ. SCRT ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് SCRT ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതാണ്? SCRT ഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ 1 ശരിയാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേ. അതും ശരിയല്ലേ? ശരിയല്ലേ? അതും ശരിയാണ്. ജില്ലാ പ്രധാന ആസ്ഥാന ജില്ലയിലെ കേന്ദ്രങ്ങളും ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഗ്രാമങ്ങളെ ആണെങ്കിൽ ഗ്രാമീണ റോഡ്. എല്ലാം ശരിയാണ് അല്ലെ. ഏതാണ്? എല്ലാം ശരിയാണ്. 4ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ഇവിടെ സി ഉണ്ട്. ഇവയെല്ലാം ശരിയാണ്. 39ാമത്തെ ചോദ്യം. ഏതുതരം റോഡാണ് ഇന്ത്യയിലാകെ റോഡ് ദൈർഘ്യത്തിന്റെ 80%? ഏതാണ്? മക്കളെ ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ്? SCRT ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാമീണ റോഡുകളാണ്. ഏതാണ്? ഗ്രാമീണ റോഡുകളാണെന്ന് കൂടി ഓർത്തു വെക്കുക. നിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ എത്രയായിട്ട് നമ്മൾ തരംതിരിക്കുന്നു? എത്രയാണ്?
നാലായിട്ട് തരംതിരിക്കുന്നു അല്ലെ? നാലല്ലേ? ഏതൊക്കെയാണ്? ദേശീയപാതകൾ ഉണ്ടാവും, സംസ്ഥാനം ഉണ്ടാവും, ജില്ല ഉണ്ടാവും, ഗ്രാമീണം ഉണ്ടാവും. അല്ലേ? അല്ലേ? then 9 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. then റെയിൽ ഗതാഗതത്തെ സംബന്ധിച്ച് സവിശേഷതകൾ ചുവടെ നൽകി ചേർക്കുന്നു. അവയിൽ തെറ്റായത് കണ്ടെത്തുക. ഏഷ്യയിലെ റെയിൽവേ ശൃംഖലയിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഒന്നാമത് നമ്മൾ USA എന്ന് പഠിച്ചു അല്ലെ? അത് ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. അതും ശരിയാണ്. 1861 വന്നത് ഇന്ത്യൻ റെയിൽവേ. തെറ്റാണ്. 1861 എന്ത് വന്നു? കേരളം അല്ലേ? മാർച്ചിലല്ലേ വന്ന്? മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലാണ് തുടക്കം എന്ന്. അത് ശരിയാണോ? അതും ശരിയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. ബാക്കി 3ഉം ശരിയാണ് അല്ലെ? അല്ലേ? ഓക്കെ. കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എത്രയാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? എത്രയാണ്? 760 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ? അല്ലെ? ഏഷ്യയിലെ ഏറ്റവും വലിയ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ? ഏകദേശം എത്രയുണ്ടെന്ന് SCERT നോക്കുമ്പോ 2000 പാലങ്ങളും അല്ലെ? 2000 പാലങ്ങളും അതുപോലെ തന്നെ 91 തുരങ്കങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. 91 തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് കൊങ്കൺ റെയിൽവേയിൽ പറയുന്നത്. ഏകദേശം എത്രയാണ്? 146 നദികളാണ്. 146 നദികളെ കടന്നിട്ടാണ് പോകുന്നു എന്നാണ് നമ്മൾ SCERT ബുക്കിൽ ഞാൻ വായിക്കാൻ സാധിച്ചത്. അപ്പൊ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കവും ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പ്രധാന മേജർ തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ്? എണ്ണം 13 ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ മക്കളെ? വ്യോമഗതാഗതത്തെ സംബന്ധിച്ച് പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. അവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. കഴിഞ്ഞു കേട്ടോ. ഏതാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത്. അത് ശരിയാണ്. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച് 1911 നമ്മൾ പറഞ്ഞു അല്ലെ? എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ഏതാണ്? നമുക്കറിയാം. ഏതാണ്? കൊച്ചി അല്ലേ? കൊച്ചിയാണ് അല്ലെ? പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത എപ്പോഴാണ്? 1999 മെയ് 25 കേട്ടോ. 99 മെയ് 25 ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? കേരളത്തിലൂടെ നമ്മൾ എത്രയും പറഞ്ഞു, നമ്മൾ കേരളത്തിനെ പറയാതെ പോകുന്നത് മോശമല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 4 കേരളവും കൂടി അവിടെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. SCERTയും NCERTയും ഒക്കെയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം എത്രയാണ്? 4 ക്വസ്റ്റ്യനേ ഉള്ളൂ ട്ടോ. കഴിഞ്ഞു. എത്രയാണ്? 11 ആണ് അല്ലെ? കേരളത്തിൽ എത്രയാണ്? കേരളത്തിൽ 11 അല്ലേ? മതിയായോ നിങ്ങൾക്ക്? ഇത്രയും പഠിച്ചില്ലേ? ഒരു 4 ക്വസ്റ്റ്യൻ കൂടി പഠിക്കുക കേട്ടോ. ഓക്കെ. കേരളത്തിലെ ആദ്യ ദേശീയപാത ഏതാണ്? ഏതാണ്? NH47 അല്ലെ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? നീളം കൂടിയത് അത് NH66. എത്രയാണ്? 66. ഓക്കെ ആണോ? ഏതാണ് നീളം കൂടിയത്? ഏതാണ്? 66 ആണെങ്കിൽ നീളം കുറഞ്ഞത് ഏതാണ്? അത് NH966B അല്ലെ? ഏത് മുതൽ ബന്ധിപ്പിക്കുന്ന? വെല്ലിംഗ്ടൺ മുതൽ കുണ്ടന്നൂർ വരെയാണ് ബന്ധിപ്പിക്കുന്നത് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? KSRTC നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? KSRTC നിലവിൽ വന്ന വർഷം എപ്പോഴാ മക്കളെ? കമന്റ് ചെയ്തേ.
പെട്ടെന്ന് കമന്റ് ചെയ്തേ. എപ്പോഴാണ്? 1965 അല്ലെ? 1965 ഓക്കെ ആണോ? അല്ലെ? 2014 എന്താണ്? 2014 ഏതാണ്? കേരള സ്റ്റേറ്റ് അർബൻ റോഡ് കോർപ്പറേഷൻ അല്ലെ? ഏതാണ്? KURTC. എന്താണ്? KURTC വന്നതാണ് കേട്ടോ. then 1965 KSRTC പറഞ്ഞു. ആസ്ഥാനം തിരുവനന്തപുരമാണെന്നും കൂടി ഓർത്തു. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് അല്ലെ? പൊതുമേഖല ഗതാഗത സംരംഭമാണ് ഏത്? ഈ KSRTC എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, രജിസ്ട്രേഷൻ നമ്പർ എപ്പോഴാ ആരംഭിക്കുക? KL15 അല്ലെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? then 1938 എന്താണ്? ട്രാവൻകൂർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായ വർഷം അല്ലെ? ട്രാവൻകൂർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരാ ഉദ്ഘാടനം ചെയ്ത്? ശ്രീ ചിത്തിര തിരുനാളാണ്. ചിത്തിര തിരുനാളാണ്. ഓക്കെ ആണോ? ഓക്കെ, 2018 എന്താണ്? 2018 എനിക്കത്ര ഓർമ്മ വരുന്നില്ല. പിന്നെ മലബാറിൽ ആദ്യമായി റോഡുകളൊക്കെ നിർമ്മിച്ചത് ആരാണ്? ടിപ്പു സുൽത്താൻ ആണ് അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം എപ്പോഴാണ്? ഏത് വർഷമാണ് റെയിൽവേ ലൈൻ ആരംഭിച്ച വർഷം? 1861 അല്ലെ? 1861. 1988 എന്താണ്? 1988 കമന്റ് ചെയ്തേ. കമന്റ് ചെയ്തേ. എന്താണ് 88? കമന്റ് വന്നിട്ടില്ല. ഏതാണ്? പെരുമൺ തീവണ്ടി ദുരന്തം നടന്നില്ലേ? അഷ്ടമുടി കായല് ഏതാണ്? ഐലൻഡ് എക്സ്പ്രസ് അല്ലേ? ഐലൻഡ് എക്സ്പ്രസ് അല്ലേ? പെരുമൺ ഓർമ്മയില്ലേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2001 ഏതാണ്? കടലുണ്ടി അല്ലെ? കടലുണ്ടി ദുരന്തം ഏതാണ്? 2001 എന്നും കൂടി ഓർത്തു വെക്കുക. 1904 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ട്രെയിൻ ഗതാഗതം ആരംഭിച്ചത് എപ്പോഴാണ്? 1904 ഓക്കെ, 49ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ മക്കളെ. ചേരുംപടി ചേർക്കുക. വീണ്ടും കണ്ട് ചേരുംപടി ചേർക്കോളൂ. ഏതാ വരിക? തിരുവനന്തപുരം ഏതാണ്? ഏത് വർഷമാ വന്നത്? ഏത് വർഷ? കമന്റ് ചെയ്തേ. തിരുവനന്തപുരം ഏത് വർഷമാ വന്നത്? 1991 അല്ലെ? നെടുമ്പാശ്ശേരി ആണെങ്കിലോ 1999. കണ്ണൂരാണെങ്കിലോ അല്ല കരിപ്പൂര് 2006 കണ്ണൂര് 2018 വർഷം. ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? then കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് ആസ്ഥാനം? എവിടെയാ ആസ്ഥാനം? കമന്റ് ചെയ്തേ. ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴയാണ്. 1968 ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ നമ്മൾ അങ്ങനെ എന്ത് പഠിച്ചു? റെയിൽവേയും പഠിച്ചു, തുറമുഖവും പഠിച്ചു, റോഡും പഠിച്ചു, വ്യോമവും പഠിച്ചു. 4 ക്ലാസ് ടോപ്പിക്സ് ആണ്. 50 ക്വസ്റ്റ്യൻസിലോട് 10-300 ഫാക്ട്സ് പഠിച്ചിട്ടുണ്ടാവില്ലേ? പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇതിന്റെ അപ്പുറം വല്ല ചോദിക്കോ? PSC ഇതിന്റെ അപ്പുറം ചോദിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഇതിനപ്പുറം ചോദിക്കോ? എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തും. ഓരോ ഓപ്ഷനിലും ഞാൻ സാധാരണ ഒരു ക്വസ്റ്റ്യൻസ് ഒരാൾ ഇടുമ്പോ എങ്ങനെയാണ്? 4 ഓപ്ഷൻ തരും, അതിൽ നിന്നൊരു ഉത്തരം പറഞ്ഞു പോകും. ഞാൻ അങ്ങനെയാണോ എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്ന 4 ചോദ്യം ഉണ്ടെങ്കിൽ 4 ഞാൻ ആൻസർ കണ്ടുപിടിക്കും. ഞാൻ ഇടുന്ന ഓപ്ഷൻസ് അങ്ങനെയാണ്. ഓക്കെ ആണോ? ഇതിൽ SCERT ഉണ്ട്, NCERTയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് മൊത്തം തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? എന്നാ ഒരു കാര്യം ചെയ്തേ, ലൈക്കും കമന്റും ഒന്ന് ഇട്ടേ. അപ്പൊ ലൈക്കും കമന്റ് ഇമോജിയൊക്കെ ഒന്നിട്ടേ.
ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിർബന്ധമായിട്ട് എന്ത് വേണം, നിങ്ങളുടെ കമന്റ് വേണം. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇതിലാണ് ഈ ലൈവ് കഴിഞ്ഞ ശേഷം, ഈ ലൈവ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ കമന്റ്, ലൈവിൽ കമന്റ് വന്ന എല്ലാം പോവും. പക്ഷെ ലൈവ് കഴിഞ്ഞ ശേഷം കമന്റ് ഇടുക. കമന്റിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് എന്നെ കുറിച്ച് ഞാൻ തരുന്ന കാര്യങ്ങൾ, ഇന്ന ക്ലാസ്, കുറെ പേര് എന്നെ വിളിച്ചു, ആ ക്ലാസ് വേണം, ഈ ക്ലാസ്, ഇന്ന് ഗതാഗതം വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ക്ലാസ് ഇട്ടത് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് മിസ്സേ ഗതാഗതം നിർബന്ധമാണ്, എല്ലാവർക്കും ഉള്ളതാണ് ഗതാഗതം, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞിട്ടാണ് ഗതാഗത ക്ലാസ് നമ്മുടെ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇടുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അതുപോലെ എന്നെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ. എങ്ങനെയാണ് നല്ല നല്ല അഭിപ്രായങ്ങൾ? ചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞാണ്, നല്ലതും ചീത്തയുമായ, പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും ഞാൻ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നല്ലേ. അപ്പൊ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞാണ്, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മയും എന്റെ അച്ഛനൊക്കെ വഴക്ക് പറയുന്ന പോലെയും ആ ഒരു ഫീലിംഗ് ആണ് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീലാണ് മാം കിട്ടുന്നത് പറഞ്ഞു. 1-2 പേര് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. സെറ്റ് ആണോ? അപ്പൊ നമ്മൾ ഇനിയും വൈകിട്ടില്ല, നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പാണ് വിജയിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ലൈവുകളൊക്കെ കുറെ പേര് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് പറഞ്ഞ കുറെ കമന്റ്സ് വന്നിട്ട്, ലൈവൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, അവരും കൂടെ ഒന്ന് പഠിച്ചു പൊക്കോട്ടെ കേട്ടോ. സെറ്റ് ആണോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഈ ലൈവ് കഴിഞ്ഞ ശേഷം കമന്റ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ആ കമന്റ് ഇടയ്ക്കിടയ്ക്ക് വായിച്ചിട്ട് നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റൂ. സെറ്റ് ആണോ? സെറ്റ് ആണോ? അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ തരുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.